ജമ്മു കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ ആ താഴ്വരയുടെ തലവര തന്നെ മാറ്റി എന്ന റിപ്പോർട്ടുകൾ നമ്മളെല്ലാവരും വായിച്ചതാണ്. ഭീകര പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു ജമ്മു കശ്മീർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ സൈന്യം 370 അവിടെ നിന്ന് മാറിയ ശേഷമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഭീകരവാദികൾക്ക് അവിടെ കാലുകുത്താൻ പോലും കഴിയാത്ത രീതിയിൽ ആ മണ്ണിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. ഭീകരവാദികൾ വീണ്ടും ജമ്മു കശ്മീരിലേക്ക് നൂതന സാങ്കേതിക വിദ്യയുമായി എത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ സൈന്യത്തിന് അതിന്റെ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ജമ്മു കശ്മീരിൽ ഇപ്പോൾ നേരത്തെ സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിൽ തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നത് സാറ്റലൈറ്റ് റേഡിയോ ഫോണുകൾ ആണ്. ഈ സാറ്റലൈറ്റ് റേഡിയോ ഫോണുകളുമായി തീവ്രവാദികൾ അവിടെ എത്തുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സൈനികർക്ക് അവരെ നിരീക്ഷിക്കാൻ വളരെ എളുപ്പമായിരുന്നത്. എന്നാൽ ഇപ്പോൾ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജമ്മു കശ്മീരിൽ ഭീകരർ എത്തുന്നത് അവരെ സൈന്യത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു സാങ്കേതിക വിദ്യയുമായിട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കായി അവർ ഇപ്പോൾ ഒരു പ്രധാന ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് ആൽപൈൻ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഇത്. ഒരു ഓഫ്ലൈൻ ലൊക്കേഷൻ ആപ്പാണ്. അതായത് ഓഫ്ലൈനിൽ ഭൂപ്രകൃതി എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാപ്പ് പോലെയുള്ള ഒരു ആപ്പാണ് ഈ ആൽപൈൻ ക്വസ്റ്റ് എന്ന് പറയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISI ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആപ്പിൽ മാറ്റങ്ങൾ വരുത്തിയത്. എന്നിട്ട് ISI ആണ് ജമ്മു കശ്മീരിൽ ഇങ്ങോട്ടേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത്. കശ്മീരിലെ തീവ്രവാദ ശൃംഖലകൾ കാര്യമായി തകരാറിലായി പോയി എന്ന് ISI മനസ്സിലാക്കി. അവർക്ക് പ്രാദേശികമായിട്ടുള്ള പിന്തുണ പോലും, അതായത് തീവ്രവാദികൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രാദേശികമായിട്ടുള്ള പിന്തുണ പോലും വളരെ പരിമിതമായി മാറിയിരിക്കുന്നു. ട്രക്കിങ്ങിനായി സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് ഈ ആൽപൈൻ എന്ന് പറയുന്ന ആപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. സുരക്ഷാ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം കശ്മീർ താഴ്വരയിൽ സജീവമായ തീവ്രവാദികളുടെ എണ്ണം 125 കണക്കാക്കപ്പെടുന്നു. ഈ 125 ഭീകരരിൽ 45 പേരും ജമ്മു മേഖലയിലെ രജൌരി, പുഞ്ച്, കത്വ, ഉധംപൂർ, ധോഡ, കിഷ്ത്വാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. പോരാത്തതിന് ലഷ്കർ-ഇ-തോയ്ബ, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുടെ ശാഖകളുമായി ബന്ധമുള്ള വിദേശ ഭീകരർ 50ഓളം ജമ്മു കശ്മീരിലുണ്ട് എന്നും നമ്മുടെ സൈന്യം ഇപ്പോൾ കണക്കാക്കുകയാണ്. എന്തായാലും വിദേശ ഭീകരർ പ്രാദേശിക തൊഴിലാളികളുമായും ഗൈഡുകളുമായും ചുരുങ്ങിയ സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട് തന്നെ, അതായത് അവരുടെ ഇപ്പോൾ അവർക്ക് ഈ ഗൈഡുകളുടെ ഒന്നും ഒരു സഹായം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ ആപ്പ് ഉപയോഗിക്കാനായി ലക്ഷ്യമിടുന്നു. ജവാന്മാർ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കാൻ ഭീകരർ ആൽപൈൻ ക്വസ്റ്റ് ആപ്പിന്റെ ഓഫ്ലൈൻ പതിപ്പിനെ ആശ്രയിക്കാനാണ് തുടങ്ങിയിരിക്കുന്നത്. നാവിഗേഷനും ഒളിത്താവളങ്ങൾക്കിടയിലുള്ള ചലനത്തിനും അവർ ഈ ആപ്പ് ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ ആപ്പ് ഗൂഗിൾ എർത്തിന്റെ വിപുലമായ പതിപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. കാടുകൾ, നദികൾ, പർവ്വതങ്ങൾ തുടങ്ങിയവയിലൂടെ സഞ്ചരിക്കാൻ സാഹസികർ ഇത് കൂടുതലായും ഉപയോഗിക്കുന്നു. ഈ ആപ്പിന് നെറ്റ് വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാതെ വിദൂര ഭൂപ്രദേശങ്ങൾ മുറിച്ചു കടക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം നമ്മുടെ സൈന്യം ഇത് മനസ്സിലാക്കി അതിനുള്ള പ്രിക്കോഷൻസ് ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.